ഓക്കെ, ലാസ്റ്റ് സെക്ഷനാണ് 10, ചാപ്റ്റർ 10 ഡയറക്റ്റഡ് ഗ്രാഫ്സ്. അതിൽ ഫസ്റ്റ് സെക്ഷൻ്റെ പേര് 10.1 ഡയറക്റ്റഡ് ഗ്രാഫ്സ് തന്നെയാണ്. നമ്മൾ ഇത്ര നേരം പഠിച്ച ഗ്രാഫിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഗ്രാഫ്, അതാണ് ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഡയറക്റ്റഡ് ഗ്രാഫിനെ നമ്മൾ എങ്ങനെ ഡി എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്യും. നമ്മൾ ജി അല്ലേ ഗ്രാഫിന് യൂസ് ചെയ്യാറ്, ഡയറക്റ്റഡ് ഗ്രാഫിന് നമ്മൾ ഡി ആണ് യൂസ് ചെയ്യുന്നത്. ഡി എന്ന് പറയുന്നത് ഒരു ട്രിപ്ലെറ്റ് ആണ്. അതിൽ വി ഓഫ് ഡി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എ ഓഫ് ഡി ഉണ്ടായിരിക്കും, ആൻഡ് കൂടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, സൈ ഡി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. വേർ വി ഓഫ് ഡി എന്ന് പറയുന്നത് എന്താ, വെർട്ടിസസ് തന്നെയാണ്. നമ്മൾ ഗ്രാഫിൻ്റെ വെർട്ടിസസ് പോലെ തന്നെ വെർട്ടിസസ്. എ ഓഫ് ഡി എന്ന് പറയുന്നത് എഡ്ജസ് അല്ല, ഇവിടെ ആർക്കുകളാണ്, ആർക്സ് ആണ് എ ഓഫ് ഡി എന്ന് പറയുന്നതിനുള്ളിൽ സെറ്റ് ഓഫ് വെർട്ടിസസ്. ഇനി എ ഓഫ് ഡി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ആർക്കുകൾ. ആൻഡ് ദ ഫംഗ്ഷൻ ഫൈ ഡി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്, ആർക്കുകളുടെ സെറ്റിൽ നിന്ന്. ആർക്കിൽ നിന്ന് ഒരു ഓർഡേർഡ് പെയർ ഓഫ് വെർട്ടിസസിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓർഡേർഡ് പെയർ ഓഫ് വെർട്ടിസസ്, മനസ്സിലായോ? അതായത് ആർക്കുകൾ എന്ന് പറഞ്ഞാൽ എ ഓഫ് ഡി, എ ഓഫ് ഡിയുടെ സെറ്റിൽ നിന്ന് എവിടേക്ക്, വെർട്ടിസസിൻ്റെ ഓർഡേർഡ് പെയർ. അതായത് ഇവിടെ വി ഓഫ് ഡി ആണ് വെർട്ടിസസ്, അപ്പോൾ വി ഓഫ് ഡിയുടെ ഓർഡേർഡ് പെയർ കിട്ടണമെങ്കിൽ വി ഓഫ് ഡി ക്രോസ് വി ഓഫ് ഡി എന്ന് പറയുന്ന സെറ്റിലേക്ക്. സച്ച് ദാറ്റ് എങ്ങനെയാണ് നമ്മളതിൽ എ എന്ന് പറയുന്നത് ഒരു ആർക്കാണെങ്കിൽ എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എ എന്ന് പറയുന്നത് ഒരു ആർക്കാണ്, എവിടുത്തെ എ ഓഫ് ഡിയിലുള്ള ഒരു ആർക്കാണെങ്കിൽ ഫൈ ഓഫ് എ അല്ലെങ്കിൽ സൈ ഡി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യു വി എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ആണ് അവിടെ കിട്ടുന്നത്. വേറെ യുവും വിയും എവിടത്തെയാണ്, വെർട്ടിസസ്, വി ഓഫ് ഡിയിലെ വെർട്ടിസസ് ആണ്. ദെൻ നമുക്ക് എന്ത് പറയാം, അങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് എടുക്കുന്നത്. ഇവിടെ യു, ഇവിടെ വി, ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന ആർക്ക്. അപ്പോൾ സൈ ഡി ഓഫ് എ എന്ന് പറയുന്നത് യു വി ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ആർക്ക് എടുക്കുന്നുണ്ടാവുക, ഇങ്ങനെ ഒരു ഏരോയും കൂടി ഇതിൻ്റെ കൂടെ ഇടണം. ദാറ്റ് മീൻസ് യു എന്ന് പറയുന്നത് ആരാണ്, ടെയിൽ ഓഫ് എ. യു എന്ന് പറയുന്നത് എയുടെ ടെയിലും വി എന്ന് പറയുന്നത് എയുടെ ഹെഡും. അത് ഒന്ന് ശ്രദ്ധിക്കണം. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ യുവും വിയും എയുടെ രണ്ട് വെർട്ടിസസ്, എ എന്നൊരു എഡ്ജ്, അതിൻ്റെ രണ്ട് വെർട്ടിസസ്, ഓർഡറിന് പ്രശ്നമില്ല, വി യു എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. ഇവിടെ അങ്ങനെയല്ല. സൈ ഡി ഓഫ് എ എന്ന് പറയുന്നത് യു വി ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഏരോ മാർക്ക് കിടക്കേണ്ടത്. യു എന്ന് പറയുന്നത് ടെയിൽ ആയിരിക്കണം, വി എന്ന് പറയുന്നത് എയുടെ ഹെഡ് ആയിരിക്കണം. ഇങ്ങനെ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രമാണ് ഈ ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ പ്രത്യേകത. സോ ഡയറക്റ്റഡ് ഗ്രാഫിന് നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് ഡൈഗ്രാഫ് എന്ന് പറയാം. സോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെല്ലാം ഡൈഗ്രാഫ് എന്നാണ് പറയാം കേട്ടോ. അപ്പോൾ നോർമലി നമ്മളൊരു ഗ്രാഫ്, ഇപ്പോൾ ഇതൊരു ഗ്രാഫാണെങ്കിൽ നമ്മുടെ സാധാ ഗ്രാഫ്, അപ്പോൾ ഡൈഗ്രാഫ് എങ്ങനെ വരണം, ഇതിന് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയും ഇങ്ങനെയും 3 അവരെ മാർക്ക് ഓർഡറിൽ തന്നെ വരണമെന്നില്ല, നമുക്ക് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ കൊടുക്കും. ഇതൊരു ഡൈഗ്രാഫാണ്, കാരണം ഈ യു വി എന്ന് പറയുന്ന ഇവിടുത്തെ രണ്ട് വെർട്ടെക്സ് ഉണ്ടെങ്കിൽ എ എങ്ങനെയാണ് കിടക്കണേ, എ എന്ന് പറയുന്നത് വിയിൽ നിന്ന് യുവിലേക്കാണ് കിടക്കുന്നത്. ഇതാണ് എ എങ്കിൽ കണ്ടോ, ഏറെ ഇങ്ങോട്ടാണ് കിടക്കണേ. അപ്പോൾ എയുടെ ടെയിൽ വിയും ഹെഡ് ആരാ, യു ആണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ആരോ മാർക്കിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കിയെല്ലാം നമ്മുടെ ഗ്രാഫ് പോലെ തന്നെയാണ് ഈ ഡൈഗ്രാഫിൻ്റെയും പ്രത്യേകത. അപ്പോൾ ഏത് ഡൈഗ്രാഫ്, ഇപ്പോൾ ഈ ഒരു ഡൈഗ്രാഫിന് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അസോസിയേറ്റിംഗ്ലി ഇങ്ങനെ ഡയറക്ഷൻ ഇല്ലാത്ത ഒരു നോർമൽ ഗ്രാഫ് കിട്ടുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഏത് ഡൈഗ്രാഫ് എടുത്താലും അതിൻ്റെ ആരോ മാർക്കൊക്കെ കളഞ്ഞ് നമ്മൾ സാധാരണ ഒരു ഗ്രാഫ് ആക്കിയിട്ട് അതിനെ മാറ്റാം. സോ അതിനെ നമ്മളതിനെ ദിസ് ഗ്രാഫ് ഈസ് ദ അണ്ടർലൈൻ ഗ്രാഫ് ഓഫ് ഡി. അപ്പോൾ ഇത് ജി ആണെങ്കിൽ ഇത് ഡി യു ആണെങ്കിൽ ഈ ഡിയുടെ അണ്ടർലൈൻ ഗ്രാഫാണ് ജി എന്ന് പറയുന്നത്. തിരിച്ച് ഏത് ഗ്രാഫ് കിട്ടിയാലും അതിന് എഡ്ജസിന് കറസ്പോണ്ടിംഗ്ലി ഡയറക്ഷൻ കൊടുത്തിട്ട് ആർക്കുകളാക്കി മാറ്റി നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഒരു ഡൈഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ആ ഡയഗ്രാഫിനെ ജിയുടെ ഓറിയൻറ്റേഷൻ എന്ന് പറയും. നിങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായല്ലോ. അപ്പം ഡയഗ്രാഫ് എന്ന് പറയുന്നത് ഗ്രാഫ് പോലെ തന്നെയാണ്, പക്ഷേ
ഇവിടെ എഡ്ജസ് അല്ല ആർക്ക് എന്നാണ് നമ്മൾ പറയുക. ആ ആർക്കിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. ഏത് വെർട്ടിസിൽ നിന്ന് ഏത് വെർട്ടെക്സിലേക്കാണ് ആ ആർക്ക് സഞ്ചരിക്കുന്നത് എന്നുള്ളതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ അനുസരിച്ച് മാത്രമേ നമുക്ക് പാത്തും സൈക്കിളൊക്കെ എടുക്കുമ്പോൾ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മറ്റേത് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു എഡ്ജ് കണ്ട് അത് കൂടെ അങ്ങനെ പോകാം എന്നൊക്കെ ഉണ്ട്. ഇതിവിടെ അങ്ങനെയല്ല, ആ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ബാക്കി എല്ലാ ടേംസ് നമ്മൾ ജിയിൽ പഠിച്ച കുറേ ടേംസ് ഇല്ലേ, വാക്ക്, ട്രയല്, പിന്നെന്താ പാത്ത്, സൈക്കിള്, ഓയിലർ ടൂറ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെയും കൊടുക്കാം, ഡയറക്റ്റഡ് ഡയഗ്രാഫിനും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഡയറക്റ്റഡ് വാക്ക്, അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, അതിൻ്റെ ഇപ്പുറത്ത് ഡയറക്റ്റഡ് എന്നൊരു വാക്ക് കൊടുക്കണം. അപ്പോൾ ഒരു ഡയറക്റ്റഡ് വാക്ക് എന്ന് പറയുന്നത്, ഒരു ഡയറക്റ്റഡ് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ ഇപ്പോൾ വെർട്ടിസസ് V0, A1 ആർക്ക്, V1 വെർട്ടെക്സ്, A2 എക്സെട്ര, AK, VK ആണെന്ന് വിചാരിക്കാം. സോ A1 എന്ന് പറയുന്നതിൻ്റെ ആർക്കിൻ്റെ എന്ത് തന്നെയായിരിക്കും, ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ A1ൻ്റെ എന്താ പറയുക, ടെയില് V0ഉം ഹെഡ് V1ഉം, A2ൻ്റെ ടെയില് V1ഉം ഹെഡ് V2ഉം, അങ്ങനെ ഓരോ AIയുടെയും ടെയില് എന്ന് പറയുന്നത് VI-1ഉം ഹെഡ് എന്ന് പറയുന്നത് VIയും ആയിട്ട് നമ്മൾ ഓർഡറിൽ എഴുതുകയാണെന്നുവെച്ചെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു ഡയറക്റ്റഡ് വാക്കാണെന്ന് പറയാം. ഇനി ഡയറക്റ്റഡ് വാക്ക് അതേപോലെ തന്നെ നമുക്ക് എല്ലാ ടേംസും, ഒരു ഡയറക്റ്റഡ് ട്രയൽ എന്താ, നമ്മുടെ നോർമൽ ഒരു ഡയറക്റ്റഡ് വാക്ക് ഒരു ട്രയലും കൂടി ആവുകയാണെങ്കിൽ ഡയറക്റ്റഡ് ട്രയലായി. ഇനി അതൊരു പാത്ത് ആവുകയാണെങ്കിൽ അതൊരു ഡയറക്റ്റഡ് പാത്തായി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്താൽ ദേ ഇവിടെ നിന്ന് ഒരു പാത്ത് ഉണ്ട്, ഇങ്ങോട്ടേക്ക് എത്താം. ഇനി ഇങ്ങോട്ട് പോകാൻ പറ്റുമോ, ഇല്ല, ഈ ആരോ ഇപ്പുറത്തേക്കാണ് കിടക്കണേ. സോ ഇതേ ഉള്ളൂ പാത്ത്. അപ്പോൾ അതൊരു ഡയറക്റ്റഡ് പാത്താണ്. ഇതും കൂടി ആഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ ആരോ മാർക്ക് ഇങ്ങോട്ടാണ് കിടക്കണേ. അപ്പോൾ ആ ആരോ മാർക്കും കൂടി നോക്കിയിട്ട് എവിടെ നിന്ന് എവിടേക്കേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് നമുക്ക് ട്രയലും വാക്കും സൈക്കിളും അതുപോലെ ഓയിലർ ടൂറും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമാണ് നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ പറയാനുണ്ട്. ഇനി രണ്ട് വെർട്ടിസസ് യുവും വിയും, യു വി എന്ന് പറയുന്ന രണ്ട് വെർട്ടിക്സസ് ഡൈ കണക്റ്റഡ് ആവണമെങ്കിൽ എന്തുണ്ടായാൽ മതി, നമ്മൾ സാധാ ഗ്രാഫിൽ എപ്പോഴും കണക്റ്റഡ് എന്ന് പറയാം, അവർ തമ്മിലൊരു പാത്ത് ഉണ്ടായാൽ മതി. അതേപോലെ എന്ത് ചെയ്താൽ മതി, ഒരു ഡയറക്റ്റഡ് പാത്ത്, ഡൈ കണക്റ്റഡ് ആവണമെങ്കിൽ ദർ എക്സിസ്റ്റ് ഒരു ഡയറക്റ്റഡ് പാത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, പാത്ത് വെറുതെ ഉണ്ടായാൽ പറ്റില്ല, ഡയറക്ഷനൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഡയറക്റ്റഡ് പാത്ത് യുവിൻ്റെ വിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഡൈ കണക്റ്റഡ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഇനി two vertices are diconnected if each is reachable from the other. ഇനി രണ്ട് vertices കണക്റ്റഡ് എന്ന് പറയുന്നത് ഇപ്പോഴല്ല കേട്ടോ, തെറ്റി യുവിൽ നിന്ന് വിയിലേക്ക് ഒരു ഡയറക്റ്റഡ് പാത്ത് ഉണ്ടെങ്കിൽ, ഇങ്ങോട്ടേക്ക് ഒരു ഡയറക്റ്റഡ് പാത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, വി ഈസ് റീച്ചബിൾ ഫ്രം യു. അതായത് വി എവിടെ നിന്ന് എത്താൻ പറ്റും. ഇനി തിരിച്ചും വിയിൽ നിന്ന് യുവിലേക്കും ഒരു ഡയറക്റ്റഡ് പാത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, യു ഈസ് റീച്ചബിൾ ഫ്രം വി. അപ്പോൾ ഡൈ കണക്റ്റഡ് എന്ന് പറയുന്നത് ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടായിരിക്കണം, യുവിൽ നിന്ന് വിയിലേക്കും ഒരു ഡയറക്റ്റഡ് പാത്ത് ഉണ്ടായിരിക്കണം, വിയിൽ നിന്ന് തിരിച്ച് യുവിലേക്കും ഒരു ഡയറക്റ്റഡ് പാത്ത് ഉണ്ടായിരിക്കണം, രണ്ടും റീച്ചബിൾ ഫ്രം ദ അതർ ആയിരിക്കണം. അപ്പോഴേ നമുക്ക് ഡൈ കണക്റ്റഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. തെറ്റിപ്പോയിട്ടാ, യുവിൽ നിന്ന് വിയിലേക്ക് ഒരു ഡയറക്റ്റഡ് പാത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ, വി ഈസ് റീച്ചബിൾ ഫ്രം യു എന്ന്. തിരിച്ച് വിയിൽ നിന്ന് യുവിലേക്ക് ഉണ്ടെങ്കിൽ യു ഈസ് റീച്ചബിൾ ഫ്രം വി എന്ന്. ഇത് രണ്ടും പരസ്പരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, യുവും വിയും ഡൈ കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കാനുണ്ട്. സോ അങ്ങനെയുള്ള കുറച്ച് ഡെഫിനിഷൻസ് ആണ് അതിൽ വരുന്നത്. ഇനി പിന്നെ ഇൻ ഡിഗ്രി എന്നാണ് പറയുന്നത്, നമ്മൾ ഡിഗ്രി ഓഫ് വെർട്ടിസസ് പറയില്ലേ, അതുപോലെ ഇവിടെ നമ്മൾ പറയുന്നത് ഇൻ ഡിഗ്രി ഓഫ് വി എന്നാണ് കേട്ടോ. ഇൻ ഡിഗ്രി ഓഫ് വി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആർക്ക് വിത്ത് ഹെഡ് വി. ഓക്കെ, വ്യത്യാസമുണ്ട്. ഇൻ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഡി മൈനസ് കൊടുക്കും, നമ്പർ ഓഫ് ആർക്ക് വിത്ത്
ഹെഡ് വി, വിയിലേക്ക് വന്ന് പതിക്കുന്നു. ഹെഡ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യുവും വിയും ആണെങ്കിൽ ഹെഡ് വി ആണെങ്കിൽ ഇങ്ങനെ വരണം വേണ്ടേ. അപ്പൊ ഹെഡ് വിയിലേക്ക് വന്ന് പതിക്കുന്ന നമ്പർ ഓഫ് ആർക്കുകൾ എത്ര ഉണ്ട് അതിനെയാണ് നമ്മൾ ഇൻ ഡിഗ്രി അല്ലെങ്കിൽ ഡി മൈനസ് ഓഫ് വി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഔട്ട് ഡിഗ്രി ഉണ്ട്. ഔട്ട് ഡിഗ്രി ഓഫ് വി എന്ന് പറഞ്ഞാൽ ഡി പ്ലസ് ഓഫ് വി എന്നാ കൊടുക്കുക. ഡി പ്ലസ് ഓഫ് വി എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, നമ്പർ ഓഫ് ആർക്ക് വിത്ത് ടെയില് വി, വി ടെയിലായിട്ട് വരുന്നത്. ഓക്കെ, വി ടെയിലായിട്ട് വരുന്നത്, അതായത് ഇപ്പൊ വിയിൽ നിന്ന് പോകുന്ന നമ്പർ ഓഫ് വേർട്ടീസസ്, നമ്പർ ഓഫ് ആർക്കുകളാണ് എന്തെന്ന് പറയുന്നത്, ഔട്ട് ഡിഗ്രി ഓഫ് വി. സോ രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ മൊത്തം ഡിഗ്രി കിട്ടും എന്നുള്ളത് മാത്രം. പിന്നെ മിനിമം ഇൻ ഡിഗ്രീനെ നമ്മൾ ഡെൽറ്റ മൈനസ് ഓഫ് ഡി എന്ന് കൊടുക്കും. മാക്സിമം ഇൻ ഡിഗ്രീനെ ക്യാപിറ്റൽ ഡെൽറ്റ മൈനസ് ഓഫ് ഡി എന്ന് കൊടുക്കും. ഇൻ ഡിഗ്രി ആകുമ്പോൾ മൈനസ് കൊടുക്കുക, ഔട്ട് ഡിഗ്രി ആകുമ്പോൾ അതേപോലെ മിനിമം ഔട്ട് ഡിഗ്രീനെ ഡെൽറ്റ പ്ലസ് ഓഫ് ഡി എന്ന് കൊടുക്കും. മാക്സിമം ഔട്ട് ഡിഗ്രീനെ ക്യാപിറ്റൽ ഡെൽറ്റ പ്ലസ് ഓഫ് ഡി എന്ന് കൊടുക്കും. ഇതൊക്കെ നമ്മുടെ നോർമൽ തന്നെ കേട്ടോ. മിനിമം ഡിഗ്രി മാക്സിമം ഡിഗ്രിക്ക് അറിയാലോ. പക്ഷെ അതിൽ രണ്ട് തരം ഡിഗ്രീസ് ഉണ്ട്. ഇൻ ഡിഗ്രി ആകുമ്പോൾ ഉള്ളിലേക്ക് വന്ന് പതിക്കുന്നത്, ഔട്ട് ഡിഗ്രി ആകുമ്പോൾ വിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അത് രണ്ടും ശ്രദ്ധിച്ചോളൂ. അതിൻ്റെ തന്നെ മിനിമം ആണെങ്കിൽ ഡെൽറ്റ മൈനസ്, മാക്സിമം ആണെങ്കിൽ ക്യാപിറ്റൽ ഡെൽറ്റ മൈനസ്. ഇവിടെ ഔട്ട് ഡിഗ്രിയുടെ മിനിമം ആണെങ്കിൽ ഡെൽറ്റ പ്ലസ്, മാക്സിമം ആണെങ്കിൽ ഡെൽറ്റ ക്യാപിറ്റൽ ഡെൽറ്റ പ്ലസ്. സോ ഇവിടെ മൊത്തം നമ്മൾ ഇതിൽ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് ഡെഫിനേഷൻസ് അത് നിങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലാവുന്നു. ഡെഫിനേഷൻസ് ഒക്കെ എഴുതി വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും ഡൈ കണക്റ്റഡ് ആവുന്നത് എപ്പോഴാണെന്നുള്ളതൊക്കെ. പിന്നെ എന്താ മെയിനായിട്ട് അറിയേണ്ടത്, ഈ ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും ഈ പാത്തിന്. ഓരോ ആർക്കും എവിടെ നിന്ന് എവിടേക്കാണെന്നുള്ള ആ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഗ്രാഫ് ആയിരുന്നെങ്കിൽ സുഖമായിട്ട് എഡ്ജ് ഉണ്ടെങ്കിൽ അത് കൂടെ ഒക്കെ പോയിട്ട് തിരിച്ച് പാത്താക്കാൻ സൈക്കിളാക്കൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ അത് പറ്റില്ല. ഡയറക്ഷൻ കൂടി നോക്കിയിട്ട് മാത്രമേ നമുക്ക് പാത്തും സൈക്കിളും ട്രയലും ഒക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ടാവും, ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഇത്രയും കുറച്ച് ഡെഫിനിഷൻസ്. ഇനി നമുക്ക് അതിൽ കുറച്ച് വായിച്ചു നോക്കി നിങ്ങൾക്ക് കുഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുണ്ടാവില്ല, ലൂപ്പ് ഇല്ലാത്ത ഡയഗ്രാഫിന് നമ്മൾ സ്ട്രിക്റ്റ് എന്ന് വിളിക്കും. അതുപോലെ ഒരേ ആർക്ക് ഒരേ സെയിം എൻ പോയിന്റ്സ് ഉള്ള, അതായത് ഇപ്പോൾ യു വിയിൽ നിന്ന് ഇങ്ങനെ ആർക്ക്, ബി എന്ന് പറയുന്ന ആർക്കും യുവിൽ നിന്ന് വിയിലേക്ക് തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ അങ്ങനെയും ഇങ്ങനത്തെ ആർക്കുകളും ലൂപ്പുകളൊന്നും ഇല്ലാത്ത, നമ്മൾ നോർമൽ സിമ്പിൾ ഗ്രാഫ് അതാ ലൂപ്പും മൾട്ടിപ്പിൾ എഡ്ജസും ഇല്ലാന്നല്ല, അതുപോലെ തന്നെ ലൂപ്പും മൾട്ടിപ്പിൾ ആർക്കുകളൊന്നും ഇല്ലാത്ത ഗ്രാഫിനെ നമ്മൾ സിമ്പിൾ സ്ട്രിക്റ്റ് എന്ന് വിളിക്കും. ഡയഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ഡയഗ്രാഫ് ആണെന്ന് പറയും. അങ്ങനെയുള്ള കുഞ്ഞു കുറച്ച് ഡെഫിനേഷൻസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം. ഇത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്, ഡയഗ്രാഫിനെ കുറിച്ച് അല്ലെങ്കിൽ ഡയറക്റ്റഡ് ഗ്രാഫിനെ കുറിച്ചിട്ടുള്ള ഡെഫിനേഷൻ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അതിൻ്റെ കുറേ തിയറംസും പ്രൂഫുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എളുപ്പമാണ് പഠിക്കാൻ കേട്ടോ. കമ്പാരാറ്റീവ്ലി നോക്കുമ്പോൾ എളുപ്പമാണ്. ഡയറക്ഷൻ ഉണ്ട്, അത് നോക്കിയിട്ട് വേണം എന്നുള്ള കാര്യം മാത്രമല്ലേ ശ്രദ്ധിക്കുകയാണ്. ബാക്കിയെല്ലാം ഗ്രാഫിൻ്റെ പോലെ തന്നെയാണ്. സോ എളുപ്പമായിട്ട് പഠിച്ചെടുക്കാം കേട്ടോ.